ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഈസി ആയിട്ടൊരു ഹാങ്ങിങ് ഇയറിങ്സ് ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാൻ കുറച്ച് ഗുങ്കുരു, 2 ജെമ്പറിങ്ങും ഒരു ഇയർ ഹുക്കുമാണ് എടുത്തേക്കുന്നത്. ഒന്ന് വലിയ ജെമ്പറിങ്ങും ഒന്ന് ചെറിയ ജെമ്പറിങ്ങുമാണേ. വലിയ ജെമ്പറിങ് ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം ഓരോ ഗുങ്കുരുവും അതിനകത്തേക്ക് ഇടണം. ഇപ്പോൾ ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് 6 ഗുങ്കുരുവാണേ. ഈ ഗുങ്കുരു ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടേ. ഈ റൗണ്ട് നോസ് പ്ലെയർ ഇല്ലാതെ എങ്ങനെ ഗുങ്കുരു ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ. നിങ്ങൾ ആ വീഡിയോ ഒന്ന് പോയി കണ്ട് ലൈക്കും കമൻറ്റും ഒക്കെ തരാൻ മറക്കല്ലേ. പിന്നെ ഈ വലിയ ജെമ്പറിങ്ങിലേക്ക് ഈ 6 ഗുങ്കുരു ഇട്ടതിന് ശേഷം നന്നായിട്ട് പ്ലെയർ വെച്ചൊന്ന് ടൈറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് ഈ വലിയ ജെമ്പറിങ്ങിലേക്ക് തന്നെ ആ ഇയർ ഹുക്ക് കണക്ട് ചെയ്തും ഈ കമ്മലുണ്ടാക്കിയെടുക്കാം. ഞാൻ പക്ഷേ ചെറിയ ജെമ്പറിങ്ങും കൂടെ അതിനകത്തേക്ക് ഇട്ടപ്പോഴെനിക്ക് കുറച്ചും കൂടെ ഭംഗിയായിട്ട് തോന്നിയത്. ഈ ചെറിയ ജെമ്പറിങ് ഇല്ലെങ്കിലും നമുക്ക് ഈ കമ്മലുണ്ടാക്കിയെടുക്കാം. ഇയർ ഹുക്ക് ആ വലിയ ജെമ്പറിങ്ങിലേക്ക് കണക്ട് ചെയ്താലും മതി. ഇപ്പം ഞാൻ ചെറിയ ജെമ്പറിങ് ഈ വലിയ ജെമ്പറിങ്ങിലേക്ക് കണക്ട് ചെയ്തിട്ട് ഈ ഇയർ ഹുക്കും കൂടെ അതിനകത്തേക്കിട്ട് ഈ പ്ലെയർ വെച്ച് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്തെടുക്കും. നല്ല രീതിയിലൊന്ന് ടൈറ്റ് ചെയ്തെടുക്കുമ്പം ഈസി ആയിട്ട് നമുക്കൊരു ഹാങ്ങിങ് ഇയറിങ്സ് റെഡിയായി കിട്ടും. ചെറിയ ജെമ്പറിങ് ഇല്ലെങ്കിലും നമുക്ക് അതിനകത്തേക്ക് ഇയർ ഹുക്കിട്ടും ഈ കമ്മലുണ്ടാക്കിയെടുക്കാം. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ ഭംഗിയായിട്ട് ആ ചെറിയ ജെമ്പറിങ്ങും കൂടെ ഇട്ടപ്പോഴാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഞാൻ അതെടുത്തത്, ചെറിയ ജെമ്പറിങ്ങും കൂടെ എടുത്തത്. പിന്നെ ഇതേപോലുള്ള പല പല കളറിൽ നമുക്ക് ഈ ഇയറിങ്സ് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ഡ്രസ്സിന് മാച്ചിങ് ആയ രീതിയിൽ പല പല കളറിൽ നമുക്ക് ഇതേപോലെ ഇയറിങ്സ് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഒക്കെ തരാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ഇതേപോലെ പല കളറിൽ ഈ ഹാങ്ങിങ് ഇയറിങ്സ് എടുത്താൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ശരി, ബായ്.